ഞാൻ ഇടയ്ക്ക് നിർത്തുക ചെരുപ്പ് കൊള്ളണമെന്നില്ല ഇരിക്കണോ പാനലിന്റെ എല്ലാം റേറ്റ് ഒത്തിരി കുറഞ്ഞു. ഇപ്പൊ നൈറ്റിലും ചാർജ് ചെയ്യുന്ന 1 കിലോ വാട്ടിന് 1.55 അല്ലേ അന്ന്. അരുണേ ആ സ്വിച്ച് ഒന്ന് ഇട്ടേക്കാം ഫാനിന്റെ അപ്പുറത്തെ സ്വിച്ച്. കാരണം 3 വർഷമായുള്ളൂ കുടിശ്ശികയായിട്ട്. സത്യത്തിൽ അത് അടച്ചു കൊടുക്കാൻ ചെന്നപ്പം പുതുക്കിയല്ല. എൻ്റെ കാലത്ത് 36 വർഷം ഞാൻ ഇരുന്ന് 1 വർഷം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇറങ്ങി കൊടുക്കുക. അടച്ചാരെങ്കിലും പലിശ അടച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അവർ പറയുക ഷെയർ വർദ്ധിപ്പിക്കണം. 5000 രൂപ ഷെയർ ഉണ്ടായിരുന്നു 50,000 ആക്കണം. അതുകൂടാതെ റീവാല്യൂ ചെയ്യണം. ഇന്ന് ആ മോഡി വന്ന് നോട്ട് റദ്ദാക്കിയപ്പോൾ മുതൽ എല്ലാത്തിൻ്റെയും കുഴപ്പം വില കുറഞ്ഞു. ഇപ്പം റബ്ബറിന് വിലയില്ല. പിള്ളേരെല്ലാം നാട് വിട്ട് പുറത്തോട്ട് പോകും. പണ്ടാണ് പുറത്തുള്ളവർ ഇവിടെ വന്ന് സ്ഥലം മേടിക്കുക, അവിടെ നിന്ന് സമ്പാദ്യം ഉണ്ടാക്കിയിട്ട്. ഇവിടുത്തെ കാലത്ത് ബുദ്ധിമുട്ടാണ്. ഇപ്പം റീവാല്യൂ ചെയ്താൽ പഴയ വാല്യുവേഷൻ ഇല്ല. കാരണം ആരും മേടിക്കാൻ, ഭൂമി മേടിക്കാൻ എത്രയോ വീടുകൾ പണിത് കിടപ്പുണ്ട്, എത്രയോ സ്ഥലങ്ങളുണ്ട്. അങ്ങനെയൊക്കെ വരുന്നൊരു ബൈക്ക് എടുക്കുകയാണോ? ഇതൊക്കെ ഇവിടുത്തെ അവസ്ഥ. നമ്മൾ ഭൂമിയെ ലീഡ് കൊടുത്ത ലോൺ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം ഓരോ വർഷം പലിശ അടച്ച് കഴിയുമ്പം അത് പുതിയ ലോണാക്കി കൊടുക്കും. അതിലൂടെ വരവ് വെച്ചിട്ട് പലിശ മതിയില്ല ബാങ്കിന്. പലിശ അടയ്ക്കാൻ സാറേ എന്നായിരുന്നോ? ഞാൻ അടച്ചല്ലോ. അടച്ച് പുതുക്കാൻ പറഞ്ഞിട്ട് പുതുക്കിയില്ല. ഇപ്പോഴത്തെ ഭരണസമിതി പുതുക്കാൻ തയ്യാറാണ്. പച്ചമരത്തിനോട്ട് ഇതാണ്, ഉണക്കമരത്തിനോട്ട് അവരെന്നാ ചെയ്യുന്നത്. 36 വർഷം ഞാനിരുന്ന് അവരെ ഏൽപ്പിച്ചിട്ട് പോകുന്ന എൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു 10 വർഷം ഇപ്പോൾ ഇരിക്കുന്ന പ്രസിഡന്റ്. അയാളെ പ്രസിഡന്റ് ആക്കണമെന്ന് ഞാൻ നിർദ്ദേശിച്ചു വന്നത് ഞാനാണ്. എൻ്റെയും കൂടി ഒരു സഹായത്തോടെ ഇപ്പോൾ പുതിയ ബോർഡ് വന്നത്. ഞാനൊരു പാനലിട്ടിരുന്ന വേറെ വന്നേ. അതൊരു മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ബോർഡ് അല്ലെങ്കിൽ അവർ പൊളിക്കുമായിരുന്നു. അതുകൊണ്ട് അവരുടെ തന്നെ ആയിക്കോട്ടെ, ലാലിച്ചൊന്നുമില്ല, ഇവിടെ ഒന്ന് ആലോചിച്ച് നമ്മൾ വെച്ചു കൊടുത്ത ഒരു കാര്യം. ഇവർ കയറിയിട്ട് എന്നോട് ഈ നീതിയാവും ചെയ്തു. പലിശ അടച്ചാൽ കൊടുക്കാൻ ബാങ്കിന് എന്നാൽ ലോൺ കൊടുക്കുക, 10 വീടിൻ്റെ. അതിന് പലിശ ബാങ്കിന് കിട്ടുക. അങ്ങനെയല്ല കഴിഞ്ഞു പോകുന്നു. ഇവിടെ 9% പലിശയ്ക്ക് ഡെപ്പോസിറ്റ് പിടിച്ചിട്ട് 12% പലിശയ്ക്ക് വായ്പ കൊടുക്കുന്നു. ആ 3% മാർജിനല്ല ഇവന്മാരൊക്കെ ശമ്പളം മേടിക്കും. അത് അവർക്ക് ബോധ്യമില്ല, പുതിയ ബോർഡിന് ബോധ്യമില്ല. നശിപ്പിച്ചെടുക്കുകയുള്ളൂ. ഞാനവിടെ ഇരുന്നെങ്കിൽ ഈ ബാങ്ക് പോവുകയല്ല. എന്ന് റണ്ണുണ്ടായി ഒരു 60 കോടി രൂപ പെട്ടെന്ന് വലിഞ്ഞു പോയി. വിശ്വാസമില്ല. ബോർഡിൽ വിശ്വാസത്തിലാണ് ആളുകൾ പണം ഇടുന്നത്. അങ്ങനെ ഒന്നും സംഭവിച്ച വെള്ളം മതിയായിരുന്നോ? വെള്ളം മതിയായിരുന്നോ? നിങ്ങൾക്കാണ് വേണ്ട ജ്യൂസ് തന്നെ തരാം. ഇതേ ഇത് മീഡിയയിലും ഈ ന്യൂസിലും നാളെ ഇപ്പോൾ ലേഖനം ഓഫീസിൽ സഹകരണ വകുപ്പിലെ ഇതുപോലെ കുടിശ്ശികയായിട്ടുള്ള ലോണുകളും സെയിൽ ഓഫീസർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റിന്റെ പേര് സെയിൽ ഓഫീസറിനാണ്. ഇന്നോവയില് നിർത്തേക്കണം എത്തിയെന്ന് ചോദിച്ചിട്ടുണ്ട്.
ക്ലോസപ്പ് എടുക്കുവാണ്.